സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുമ്പോൾ നാടകവേദികൾ കാണികളാൽ സജീവമായതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ചലച്ചിത്ര ടി.വി. താരം വിനോദ് കോവൂർ. നാടകരംഗത്തു നിന്നും ചലച്ചിത്ര മേഖലയിലേക്ക് കടന്ന വിനോദ് കോവൂർ കലോത്സവം കാഴ്ചകൾ ജനം ടി.വിയുമായി പങ്കുവച്ചപ്പോൾ മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലത്ത് കലകൾ നിറയുകയാണ്. കൊല്ലത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം വേദികളാണ്. ആ വേദികളെല്ലാം സജീവമാണ്. സോപാനം ഓഡിറ്റോറിയത്തിൽ HS വിഭാഗത്തിൻ്റെ നാടക മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം പ്രേക്ഷകർക്കെല്ലാം സുപരിചിതനായ പ്രിയപ്പെട്ട താരം വിനോദ് കോവൂർ ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടനും നാടകരംഗത്തു കൂടി ശ്രദ്ധേയനായ ടെലിവിഷൻ മേഖലയിലേക്കൊക്കെ വന്ന ചലച്ചിത്ര ലോകത്തേക്കൊക്കെ കടന്നു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ നാടക മത്സരം ആസ്വദിക്കാൻ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടാകും. ചേട്ടാ, എങ്ങനെ തോന്നുന്നു? HSS വിഭാഗത്തിൻ്റെ നാടക മത്സരം നടന്നപ്പോൾ വേദി സജീവമായിരുന്നു. ഇപ്പോൾ ഇവിടെയും കാണികൾ സജീവമാണ്. ചേട്ടനും നാടകരംഗത്ത് നിന്ന് വന്ന ഒരു കലാകാരനാണ്. എന്ത് തോന്നുന്നു? അല്ല, നാടകം വളരെ നല്ല നിലവാരം പുലർത്തുന്നു. HSൻ്റെ നാടകം ഞാനിപ്പോൾ ഒരു നാടകമേ കണ്ടുള്ളൂ. യാത്ര ചെയ്തിങ്ങോട്ട് എത്താൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ ബാക്കിയുള്ള നാടകങ്ങളൊക്കെ കാണണം. എന്തായാലും കഴിഞ്ഞ നാടകം വളരെ നല്ല നിലവാരം പുലർത്തി. പണ്ടത്തെ നാടകങ്ങളല്ല, കുട്ടികൾ വളരെ സീരിയസ് ആയിട്ടാണ് നാടകത്തെ കണ്ടെത്തുന്ന. കുട്ടികളുടെ പെർഫോമൻസ് ഹൈ ടാലൻറ്റഡ് ആണ് കുട്ടികളൊക്കെ. പിന്നെ കുട്ടികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ പ്രഗത്ഭന്മാരാണ്. അവരാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത്. കുട്ടികളത് ഭംഗിയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ രംഗസജ്ജീകരണമൊക്കെ ഗംഭീരമാണ്. ഇപ്പം നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതൊന്നും പഴയ നാടകങ്ങളിൽ കാണില്ല. ഇപ്പം ഹൈടെക്കായി തുടങ്ങി നമ്മുടെ നാടകങ്ങളൊക്കെ. എന്തായാലും ഈ വേദി സമ്പന്നമാണ്. ഈ ഹോളിനകത്ത് ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഹോളാണ്. എനിക്ക് തന്നെ വളരെ അറ്റത്തേക്കാണ് എനിക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. അകത്തൊരു സ്ഥലത്താണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കാണാൻ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ആരും എണീറ്റ് പോകുന്നില്ല. ഓരോ നാടകങ്ങളും മെച്ചപ്പെട്ടതാണെന്ന് അറിയാൻ സാധിക്കുന്നു. കാരണം എല്ലാ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത നാടകങ്ങളാണല്ലോ ഇവിടെ എത്തുന്നത്. കോഴിക്കോട് ജില്ലയുടെ തന്നെ ഒരു അടിപൊളി നാടകം അരങ്ങേറുന്നുണ്ട്. 4ാമത്തെ നാടകമായിട്ടും എല്ലാം കാണണം. അതേസമയം മിമിക്രി മറ്റൊരു വേദിയിൽ നടക്കുന്നുണ്ട്. രണ്ടും എനിക്ക് പ്രിയപ്പെട്ട ഇനങ്ങളാണ്. ഞാൻ വളർന്നു വന്ന മേഖലയാണ് രണ്ടും. അപ്പോൾ മിമിക്രി മത്സരത്തിലേക്കും ഒന്ന് പോകാനുണ്ട്. കാത്തിരിക്കുകയാണ്. അതോടൊപ്പം ചേട്ടാ, നാടകത്തിന് അർഹിക്കുന്ന ഒരു പരിഗണന കാലത്തിനനുസരിച്ച് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതികൾ ചില കോണിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും വേദി സജീവമായിട്ടിരിക്കുകയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളോട് കൂടി കുട്ടികൾ നാടകം അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്, കൃത്യമായ തയ്യാറെടുപ്പുകളോട് ആ ഒരു കാര്യത്തെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാവുന്നല്ലേ ഈ കാലത്ത്? അല്ല, തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കാണാം. അങ്ങനെ അർഹത കിട്ടാത്ത, കാരണം നാടകം പഴയ പോലെയല്ല. നാടകത്തിന് ഇപ്പോൾ പ്രേക്ഷകർ ഇഷ്ടം പോലെയാണ്. നാടകം കാണാൻ ആളുകൾ, കാരണം ഇത്രയും ഓഡിയൻസ് ഈ കാലത്ത് 10 മണിയാകുമ്പോൾ ഈ ഹാളിൽ ഇത്രയും തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ അത് നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. കുട്ടികളുടെ പെർഫോമൻസ്, കാരണം കുട്ടികളുടെ നാടകങ്ങൾ, പഴയ നാടകങ്ങൾ ഞാൻ പറഞ്ഞില്ല, വലിയ ആളുകളുടെ നാടകങ്ങളെക്കാട്ടും നിലവാരം പുറത്തുനിന്ന് നാടകങ്ങളായിട്ട് മാറി തുടങ്ങി. അതിന് അർഹിക്കുന്ന പരിഗണന കിട്ടും എന്നുള്ള കാര്യം. ഒരു ഇനവും മാറി നിൽക്കുന്ന ഇവിടെ അല്ല. എല്ലാ ഇനങ്ങളെയും ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇവിടുത്തെ തിരക്ക്. നമ്മുടെ കൊല്ലത്ത് കലോത്സവം എത്തിയപ്പോൾ ഉള്ള ആ വിശേഷം ചേട്ടൻ എങ്ങനെയാണ് നോക്കുകയാണ്? കാരണം വേദികളൊക്കെ ഭയങ്കര സജീവമാണ്, വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്നേ ഉള്ളൂ. മറ്റുള്ള വേദികളിലേക്കൊക്കെ എനിക്കൊന്ന് പോകണം. വൈകുന്നേരം വരെ, രാത്രി വരെ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ളൊരു തിരക്ക് ഞാൻ അനുഭവത്തില്ല. 2-3 വേദികളുടെ മുന്നിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു നാടകം തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ വേഗം ഇങ്ങോട്ട് വന്നതാണ്. ഇനി ഇറങ്ങിയിട്ട് വേണം ഈ തിരക്കൊക്കെ ഒന്ന് അനുഭവിച്ചറിയാം. മുഴുവൻ നാടകവും ചേട്ടൻ ആസ്വദിക്കുമോ? വൈകുന്നേരം വരെ ഉണ്ടാവും ഇവിടെ? വൈകുന്നേരം വരെ ഉണ്ടാവും. പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊന്ന് മിമിക്രിയിലും എൻ്റെ 2-3 ശിക്ഷകൾ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ കാണാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ട്. തിരക്കിൻ്റെ ഇടയിലാണ്, നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ തിരക്കിൻ്റെ ഇടയിലാണ് ഇതിന് വേണ്ടി ഇപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് മാറ്റി വെച്ചിട്ട് വന്നിരിക്കുകയാണ്. കലോത്സവം ആസ്വദിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ എല്ലാ കലോത്സവവും നടക്കുമ്പോഴും ഞാൻ വരാറുണ്ട്. എവിടെയാണെങ്കിലും, കേരളത്തിൽ എവിടെയാണെങ്കിലും 1-2 ദിവസം ഞാൻ എൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം മുഴുവൻ സമയം ഞാൻ കോഴിക്കോടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷം ചേട്ടാ ജനന്റിയുമായിട്ട് ചേർന്നതിന്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കലകൾ നിറയുന്നു, ആ വേദികൾ സജീവമാകുന്നു. അത് പങ്കെടുക്കാനുള്ള ചേട്ടൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ മാറ്റി നിർത്തി ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ചത്. വിനോദ് കോവൂർ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സമ്പന്നമാണ് ആ വേദികളെല്ലാം. നാടകത്തിനും അർഹിക്കുന്ന പ്രോത്സാഹനവും സഹകരണവും എല്ലാം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് അതിന് ഉദാഹരണവുമാണ്. സോപാനം ഓഡിറ്റോറിയത്തിലെ ആ വേദിക്ക് മുൻപിൽ നിന്നും ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി.